സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെയും മകളുടെയും വാർത്തകൾ മാത്രമാണ് ഉള്ളത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ക്രമസമാധാന രംഗത്തും കേരളത്തിൻ്റെ സാംസ്കാരിക അവബോധത്തിനും കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ED ഉദ്യോഗസ്ഥന്മാരെ തെരുവിൽ നേരിട്ട് അവർ സഞ്ചരിച്ച കാറിൻ്റെ ചില്ല് തല്ലിപ്പൊളിക്കുകയും അവർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ തീർത്തും ലജ്ജാകരമായി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണത് കൊണ്ടു ചെന്നെത്തിച്ചത്. പറഞ്ഞു വരുന്നത്, വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ മാസപ്പടി കേസിനെ തുടർന്ന് ആ മാസപ്പടിയിൽ ED അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ CPM പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശത്രുക്കളോട് എന്നതുപോലെയാണ് ED ഉദ്യോഗസ്ഥന്മാരെ തെരുവിൽ കയ്യേറ്റം ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ എന്ന മൂവാറ്റുപുഴയുടെ MLA കൃത്യമായ വിവരങ്ങൾ കണക്ക് സഹിതം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യപ്രകാരം പിണറായി വിജയൻ എന്ന നേതാവിനെ ഇഴുത്തി കാണിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു നടപടിക്രമമായിരുന്നില്ല അത്. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരുന്ന കാര്യം, CMRL ആ വിഷയത്തിൽ നികുതി അടച്ച് തലയൂരിയ കാര്യം, ഇതാണ് പിന്നീട് പുറത്തു വന്നത്. അങ്ങനെ 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾ, അതായത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ മകളുടെ ഷെൽ കമ്പനിയിലേക്ക് CMRL കൊടുത്ത ആ പണം കൂടാതെ മറ്റു രീതിയിലും അവിടെ നിന്ന് ഏതാണ്ട് 50 ലക്ഷത്തിലധികം രൂപ കൈവായ്പയായി വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 2,80,00,000 അടുത്താണ് വീണ വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് CMRL നിന്നും വന്നു ചേർന്നിരിക്കുന്ന പണം. ഈ പണമാകട്ടെ യാതൊരു തരത്തിലുമുള്ള സേവനങ്ങൾ ഈ കമ്പനിക്ക് CMRL നൽകാതെയാണ് കൊടുത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, അന്ന് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ നിയമസഭയിൽ ഈ വിഷയം പറഞ്ഞ് എതിരിട്ടപ്പോൾ നേർക്ക് നേർ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയണം എന്ന് വെല്ലുവിളിക്കുന്ന ഭാഷയിലാണ് അന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത്. വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയരുത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് പറയണം. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് CMRLും എക്സാലോജിക്കും തമ്മിൽ നടന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞ തുകയ്ക്ക്, അവരിൽ നിന്നും കൈപ്പറ്റിയ തുകയ്ക്ക് GSTയും അടച്ചിട്ടുണ്ട്. CMRLും ഈ വിഷയത്തിൽ വിഷയമില്ല, എക്സാലോജിക്കിനും വിഷയമില്ല. പിന്നെ ആളുകൾക്ക് എന്താണ് പ്രശ്നം? 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഉണ്ടായതെങ്കിൽ, ഈ കമ്പനിയുടെ ക്രമക്കേടുകൾ തേടിയാണ് ED അന്വേഷിക്കാൻ എത്തിയതെങ്കിൽ, എന്തിനാണ് CPM പ്രവർത്തകർ, ആബാലവൃദ്ധം പ്രവർത്തകർ തെരുവിൽ ED ഉദ്യോഗസ്ഥന്മാരെ കൈയേറ്റം ചെയ്തത്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം. അതായത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് CPM പ്രവർത്തകരെയും അണികളെയും തെരുവിലേക്ക് വലിച്ചിഴിച്ച് ED ഉദ്യോഗസ്ഥരെ കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്തത്? ഇതിന് കൃത്യമായ രീതിയിൽ പിണറായി വിജയനും CPMും മറുപടി പറയേണ്ടതല്ലേ? വീണ വിജയൻ പണം വാങ്ങി എന്നുള്ളതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിട്ടും അവർ കൃത്യമായ രീതിയിൽ അഴിമതി നടത്തി എന്ന് CPMലെ ഓരോ ആളുകൾക്കും ബോധ്യമുണ്ടായിട്ടും എന്തിനാണ് പിണറായി വിജയനെ ഇത്രയധികം താങ്ങി നിർത്തിക്കൊണ്ട് വീണ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ED ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഇവർ തെരുവിലിറങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള നിയമയുദ്ധത്തിൽ പങ്കെടുത്ത് സുപ്രീം കോടതിയിൽ വരെ കക്ഷി ചേർന്നിരിക്കുന്ന നന്ദകുമാർ സാറിന് ഇതിൽ എന്താണ് പറയാനുള്ളത്? അതായത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. എല്ലാ കാലത്തും പിണറായി വിജയൻ ചെയ്യുന്ന കള്ളത്തരങ്ങളെ മറച്ചു പിടിക്കാനും അത് യാതൊരു തരത്തിലുള്ള നടപടി ഇല്ലാതിരിക്കാനും വേണ്ടി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മറവിൽ മറ്റു കേന്ദ്ര ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തിയും അതേപോലെ CBIയിൽ സ്വാധീനം ചെലുത്തിയും അതിലെ ജഡ്ജിമാരെ വിലക്കെടുത്തും ഒക്കെ ആയിരുന്നു പിണറായി വിജയൻ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ് ഈ പ്രശ്നത്തിനെല്ലാം പിണറായി വിജയന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നത്. 2020 ഈ വിധിയുള്ളത്. ആ വിധി പൂഴ്ത്തിവെക്കപ്പെടുകയായിരുന്നു കേന്ദ്ര ഗവൺമെന്റ്. ആ കേന്ദ്ര ഗവൺമെന്റിനെ പോലും പിണറായി വിജയൻ സ്വാധീനിച്ച് കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളത് 2020 ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി യാതൊരു നടപടി സ്വീകരിക്കാതിരുന്നെന്ന് വ്യക്തമാണ്. ഇതേ നടപടി ഇന്ന് കാണിക്കുന്ന ജാഗ്രത 2020 കാണിക്കേണ്ടതായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ ആ 2020 കാലഘട്ടങ്ങളിലാണ് സ്വർണ്ണക്കളകടത്തും ഡോളർ കടത്തും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പുകളെല്ലാം പിണറായി തുടരെ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെയൊക്കെ തന്നെ അദ്ദേഹം കട്ട പണമെല്ലാം വിദേശത്ത് മകന്റെ
മകനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ബാങ്കുകളിലും ബിനാമി ഇടപാടുകളായിട്ടും വിദേശത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇതേപോലെ ഫാരിസ് അബൂബക്കറാണ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. മകൾക്കും ഇതേപോലെ ആ സന്ദർഭത്തിൽ മകളുടെ ഒരു കമ്പനി ഇവിടെ പൈസ വാങ്ങി കൃത്യമായി നിയമപരമായി ഉപയോഗിക്കാൻ വേണ്ടി കൃത്യമായി മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു 2,78,00,000 രൂപ. 1,78,00,000 രൂപയായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിലെങ്കിൽ പിന്നീട് വീണ വിജയന് അതായത് വ്യക്തിപരമായിട്ട് തന്നെ 5 ലക്ഷം രൂപ മാസം തോറും അതേപോലെ 3 ലക്ഷം രൂപ കമ്പനി അക്കൗണ്ടിലേക്കും അയച്ചു കൊടുത്തു. കമ്പനി അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ അത് എഗ്രിമെന്റ് ചെയ്തു എന്ന് പറയുന്നതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കായിരിക്കാം. മകൾക്ക് അയച്ചു കൊടുത്തത് എന്തിനാണ്? അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലായിരുന്നെങ്കിൽ ഈ പണം കിട്ടുമായിരുന്നോ? ഇത് റെക്കോർഡാണ്. ഈ റെക്കോർഡിന്റെ വിശദമായ വിവരങ്ങൾ ആര് സമ്മതിച്ചിരിക്കുകയാണ്? വീണ വിജയൻ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായി തത്ത പറയും പോലെ EDയുടെ മുന്നിൽ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ യാതൊരു സേവനം ചെയ്തിട്ടില്ല, എനിക്ക് കരിമണൽ കർത്തവ്യമായുള്ള ബിസിനസ്സുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അതേപോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കാനോ അതേപോലെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം നടത്താനോ കഴിയില്ല നിയമപരമായിട്ട്. ഞങ്ങൾ വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം പിന്നെ എങ്ങനെയാണ് 2,78,00,000 രൂപ റെക്കോർഡിക്കലി മേടിച്ചതിൽ വീണ വിജയൻ രക്ഷപ്പെടുക? അത് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഷോൺ ജോർജ് തൻ്റെ പിതാവിനെ യാതൊരു എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുലർക്കാലത്ത് വൻ പോലീസ് സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്ത നേരിട്ട് കണ്ട ഷോൺ ജോർജ് അരയും തലയും മുറുക്കി ഇറങ്ങുകയും നിയമങ്ങൾ പഠിക്കുകയും ഇത് SFIO ആണ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ് SFIOയ്ക്ക് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും ചെയ്ത് SFIO കക്ഷിയാക്കി. അതിൽ ഉത്തരവ് വരികയും SFIO അന്വേഷണം ഏറ്റെടുക്കുകയും വീണ വിജയൻ 3-ാം പ്രതിയായിക്കൊണ്ട് 12-ാം പ്രതിയായിക്കൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തവർ അതിൻ്റെ കുറ്റപത്രവും സമർപ്പിച്ചു. ഇതിനോടനുബന്ധിച്ചുള്ള എൻഫോഴ്സ്മെന്റ് അനധികൃതമായി ലഭിച്ച പണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയിട്ടാണ് കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഇറങ്ങിയത്. അവര് ഇപ്പോൾ ശരിക്കും പറഞ്ഞാല് അവരെ ഭാഗത്ത് വലിയ കുറ്റങ്ങളുണ്ട്. എങ്ങനെയാണ് 2026 ഇലക്ഷൻ കഴിയുന്നവരെ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയായിരുന്നു. ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നു ഇത്രയും കാലം. ഇവിടെ ജനങ്ങളുടെ വികാരം എല്ലാം പിണറായി വിജയനെതിരാണെന്ന് അറിയാത്ത BJP അവസാനം പിണറായി വിജയൻ തോറ്റു തൊപ്പിയിട്ടപ്പോൾ മനസ്സിലായി ഇനി പിണറായി വിജയനെ കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. ഏറ്റവും നല്ലത് പിണറായി വിജയനെ പിടിച്ച് അകത്താക്കാൻ എല്ലാ രേഖകളും ഉണ്ട്. പിടിച്ചകത്താക്കി കഴിഞ്ഞാൽ സുഗമമായിട്ട് CPM-ൽ നിന്ന് BJP-യിലേക്ക് ഒഴുക്ക് വരും. അത് കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് കൃത്യമായി റെയ്ഡ് നടത്തിയത്. ഇതിൽ അവർക്ക് മറ്റുള്ള കേസുകളിൽ പോരെ അരവിന്ദ് കെജ്രിവാളിനെയോ അല്ല മറ്റുള്ള പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർക്കെതിരെയോ മുഖ്യമന്ത്രിമാർക്കെതിരെയോ ഉള്ള കേസ് മാതിരിയല്ല. ഇതിൽ കൃത്യമായി പണം വാങ്ങി എന്നുള്ള രേഖയുണ്ട്. അതിൽ ഒഴിഞ്ഞു മാറാൻ യാതൊരു കാര്യവും നടക്കില്ല. മാത്രമല്ല PV എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് ഇതൊക്കെ കൊടുത്തത് എന്ന് കൃത്യമായിട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ പറയുന്നുണ്ട്. അത് കൃത്യവുമാണ്. അങ്ങനെ പണം വാങ്ങിയതിന്റെ കൃത്യമായ തെളിവുകൾ ഉള്ളപ്പോൾ പിണറായി വിജയനും പ്രതിയാണ്. അതായത് കള്ളപ്പണ നിക്ഷേപം അദ്ദേഹത്തിന് ഏകദേശം 5,000 കോടി രൂപ ക്യാഷായിട്ട് വാങ്ങുകയും വിദേശത്ത് കൊടുക്കുകയും വിദേശത്ത് കൊടുത്ത് അവിടെ കൃത്യമായിട്ട് അദ്ദേഹം അത് പല ബിസിനസ്സുകാർ അതായത് യൂസഫിലെ അടക്കമുള്ള പല ബിസിനസ്സുകാരുടെ പല പദ്ധതികൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള വിവരമാണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പലരോടും പറഞ്ഞു എന്ന് ഉള്ള വാർത്ത വരുന്നത്. മാത്രമല്ല അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ബിനാമി അക്കൗണ്ടുകളിൽ ധാരാളം പണം അവിടെ ഉണ്ടെന്ന് അതിലെ ഡയറക്ടർ കൂടിയാണ് മകൻ. അപ്പൊ ഈ പണം എങ്ങോട്ടാ പോയത് എന്നുള്ളതൊക്കെ കറക്റ്റ് അറിയാം. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ വിജയന്റെ ആ ഫോണിൽ ക്ലൗഡിൽ എല്ലാ കാര്യങ്ങളും സേവ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം എവിടെയൊക്കെയുള്ള കള്ളപ്പണം എന്നുള്ളത് സൂക്ഷിച്ചു വെക്കണ്ടേ സാർ? ഇവിടെയാണ് ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഇവിടെയാണ് അതിൽ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം. കാരണം ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ലക്ഷം രൂപ വെച്ച് സ്വന്തം കമ്പനിയിലേക്ക് വരിക, എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് മാസം മാസം വരിക, 5 ലക്ഷം രൂപ വീണ വിജയന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും വരിക. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇത് CPM അടക്കമുള്ള പ്രവർത്തകർക്കും അണികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ 2 കമ്പനികൾ തമ്മിലുള്ള ഈ ഇടപാടിലേക്ക് ED വരുമ്പോൾ എന്തിനാണ് ഇവരെല്ലാവരും തെരുവിലിറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പണ്ട് മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞ ഉമ്മൻചാണ്ടി കണ്ണൂരിലൊരു
പോലീസ് ക്ലബിന്റെ പരിപാടിക്കാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടെ അന്ന് അദ്ദേഹം സഞ്ചരിച്ച കാറിന് CPM-കാർ കല്ലെറിയുകയും ആ കല്ല് അതിന്റെ ചില്ല് ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിൽ തുളച്ചേറി അദ്ദേഹം ആ ചോരയൊലിക്കുന്ന കല്ല് നെഞ്ചത്ത് പറ്റി. കല്ല് നെഞ്ചത്ത് കൊണ്ട് കാറിന്റെ ചില്ല് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ കൊണ്ട് ചോരയൊലിക്കുന്ന മുഖമായിട്ടാണ് ഉമ്മൻചാണ്ടി അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. പിണറായി വിജയൻ പറഞ്ഞത് നെഞ്ചൻ ഇരുമ്പും കൂടാണോ എന്നാണ്. അപ്പൊ നോക്കൂ, അപ്പോ നാട്ടിലെ മുഖ്യമന്ത്രിയെ വരെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇവര് പെരുമാറുകയും പ്രക്ഷോഭം ഉയർത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പാർട്ടി സമാധാനം കയ്യിലെടുത്തുകൊണ്ട് പാർട്ടി നേതാക്കളുടെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരുടെ മക്കളുടെ അരാജകത്വത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും കഴിഞ്ഞ 2026 വരെ പിണറായി വിജയൻ വിചാരിച്ചത് ഭരണം മാറില്ല എന്നുള്ളതാണ്. BJP-യുമായിട്ടുണ്ടായ ധാരണ പ്രകാരം BJP മറച്ചു കുത്തിക്കോളും 130 സീറ്റിൽ, ബാക്കി 10 സീറ്റിൽ ഞങ്ങൾ മറച്ചു കുത്തിയാൽ പോരെ എന്നുള്ളതിന് ചിന്ത. അതുകൊണ്ട് ഉറപ്പാണ് വിജയം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ സമ്പൂർണമായ പരാജയമാണ്. BJP അണികളും CPM അണികളും പിണറായി വിജയനെ ശരിക്കും മനസ്സിലാക്കിയതോടെ, BJP നേതൃത്വത്തെ മനസ്സിലാക്കിയോടെ എല്ലാവരും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. 102 സീറ്റ് കിട്ടി. ഇപ്പോഴാണ് ഒരു ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ 140 സീറ്റും UDF നേടിപ്പോയി. അതാണ് അതിലൊരു വിരോധാഭാസം. നോക്കൂ, ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെയാണ് ഇക്കുറി 2026-ൽ CPM-നും പിണറായി വിജയൻ നയിക്കുന്ന ആ പ്രസ്ഥാനത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായി ഓരോ ജില്ലാ കമ്മിറ്റികളിലും അവലോകന യോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. പിണറായിയും MV ഗോവിന്ദനും തന്നെയാണ് പരാജയത്തിന് കാരണമായെന്ന് പറയുന്നു. അതിൽ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോൾ മകൾ ഇതുപോലുള്ള പല കമ്പനികളിൽ നിന്ന് 11 കമ്പനികളിൽ നിന്നിട്ടാണ് കോഴ മേടിച്ചിരിക്കുന്നത്. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത്തരം കാര്യങ്ങൾ കൂടി ഈ CPM-ന്റെ പരാജയത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ED അന്വേഷിക്കാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ തെരുവിലിറക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ഇത്രത്തോളം ഒരു ഗൂഢതന്ത്രം മെനഞ്ഞ് കളിക്കുന്നത്? അത് നമ്മുടെ കേരളത്തിന്റെ സാമുദായിക സന്തുലനാവസ്ഥയ്ക്ക് നേരിടുന്ന അല്ലെങ്കിൽ സന്തുലനാവസ്ഥയ്ക്ക് നേരെ ഉയർത്തുന്ന വലിയ വെല്ലുവിളി തന്നെയല്ലേ? അതായത് പിണറായി വിജയന് വേറൊരു ഓപ്ഷൻ ഇല്ല. അവസാനം തടവ് പ്രയോഗിച്ചു നോക്കിയതാണ്. CPM ഇവിടെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് പിന്തിരിഞ്ഞോടും എന്നുള്ളതാണ് കരുതിയത്. അവിടുന്ന് കേന്ദ്രത്തുനിന്ന് എന്തുമായിട്ടാണ് വരുന്നത്? യന്ത്രത്തോക്കുകളുമായിട്ട് ഇങ്ങോട്ട് വരികയല്ലേ. അതാണ് ഇന്നലെ സാറിൽ പറഞ്ഞിരുന്നു. സാറിൻ്റെ ഒരു വീഡിയോ ഇന്നലെ വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. കാരണം MV രാഘവനെതിരെ DYFI സഖാക്കളെ ഇറക്കി കുറച്ച് രക്തസാക്ഷികളെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്ന് MV രാഘവനെ വഴി തടഞ്ഞ അതേ തന്ത്രം തന്നെയായിരുന്നു പിണറായി വിജയനും CPM-ഉം തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രയോഗിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറിൻ്റെ ആ വീഡിയോ വളരെ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹ മാധ്യമത്തിൽ ഇപ്പോഴും നല്ല രീതിയിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒരു ചുരുങ്ങിയത് 10 രക്തസാക്ഷികളെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ CPM-ന് ഉണ്ടായിരിക്കുന്ന ഈ അപജയത്തിൽ നിന്നും കരകയറി ഭരണം പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു മനുഷ്യക്കുരുതി നടത്തി രക്ഷപ്പെടാനുള്ള ശ്രമം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ നടന്നത്. അതായത് കേന്ദ്ര സേനയുമായി ഏറ്റുമുട്ടി അവർ യന്ത്രത്തോക്ക് ഉപയോഗിക്കുന്നതാണ് ഈ വിഡ്ഢികൾ കരുതിയത്. പക്ഷെ അവര് ഒന്നിനും പോയില്ല. അവർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതിരോധിക്കാതെ അവർക്ക് പരിക്കേറ്റിട്ട് നേരെ പോലീസ് സ്റ്റേഷൻ പോയി. അവർ നിയമപരമായി പോയി. ഇപ്പോൾ ഇത് എൻഫോഴ്സ്മെന്റിനെതിരെ അവർ ആക്രമിച്ച കേസാണ്, ചെറിയ കേസല്ല. ഏറ്റവും ചുരുങ്ങിയ 10-15 വർഷം അവർ ജയിലിൽ കിടക്കേണ്ടി വരും. തീഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെയുള്ള പല സഖാക്കളും ഇനി തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും. അവിടെ പോയി ജാമ്യം എടുക്കേണ്ടി വരും. ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും അവരോ എന്നുള്ള കാര്യം സംശയമില്ല. എൻഫോഴ്സ്മെന്റിനെ തൊട്ട് കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും കേന്ദ്രം അതിന്റെ രീതിയിൽ ഇടപെടും. അതുകൊണ്ടാണ് VD സതീശനൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവർ കേന്ദ്രം അവർ തമ്മിൽ അടിക്കട്ടെ എന്നുള്ള ഇത്രയും കാലം സൂചിച്ചിട്ട് കഴിഞ്ഞില്ലേ. പിണറായി വിജയനെ സംരക്ഷിച്ച് നടന്നുകൊണ്ടാണല്ലോ കേരളത്തിൽ പിണറായി വിജയൻ ഇത്രയും വൃത്തികേടുകൾ കാണിച്ചത്. തന്നെ ആരും തൊടില്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു. എല്ലാം പോയി. ഇപ്പൊ പിണറായി വിജയനും ഭാര്യയും പൊട്ടിക്കറിയാണ്. ആരും ഇല്ല സഹായത്തിനിപ്പോ. സാറ് പറഞ്ഞത് അതിൽ വളരെ ഒരു കൃത്യമായൊരു പോയിന്റാണ്. കാരണം കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളൊരു സമര പരിപാടിയാണ് നടന്നതെങ്കിലും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും കൃത്യമായ രീതിയിൽ ഒരു ആത്മസംയമനം പാലിച്ചു. ഇവർ കരുതിയിരുന്നത് പോലെ പോലീസിനെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ കേന്ദ്രസേനയെ പ്രകോപിപ്പിച്ച് അവിടെ ഒരു ലാത്തി ചാർജോ വെടിവെപ്പോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശം അവിടെ
തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ആത്മസംയമനം പാലിച്ച് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പെരുമാറിയത്. അത് സേനയെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പം ഡാമേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നലെ CPM-കാരുടെ ആ ഒരു സമരപരിപാടി പൊളിക്കുക, രക്തസാക്ഷികളെ ഉണ്ടാക്കുക എന്നുള്ള ആ സമരപരിപാടി പൊളിക്കുക തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. CPM-കാർക്ക് തുണയായി നിന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയാണെന്ന് വേണ്ടേ പറയാൻ. അല്ല, അത് അങ്ങനെ പറയുന്നതിന് അവരങ്ങനെ ചെയ്തതിന് കാരണം അവര് എന്തെങ്കിലും ഇത് പോലീസ് നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന് വെടിവെക്കേണ്ടി വരും. ഇപ്പൊ രക്തസാക്ഷികളെ കിട്ടും. ആ രക്തസാക്ഷികളെ കിട്ടുന്ന ഒരു പരിപാടിക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. കാരണം പിന്നെ രക്തസാക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോയി. അപ്പം കേന്ദ്രസേന മാത്രമല്ല, കേരളത്തിലെ പോലീസുമായി ഏറ്റുമുട്ടി ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വെടിവെപ്പ് നടക്കും. വെടിവെപ്പിൽ ആളുകൾ മരിച്ചു വീഴും. കണ്ണൂരും എറണാകുളത്തും തിരുവനന്തപുരത്തും മരിച്ചു വീഴുമ്പോൾ തീർച്ചയായും അത് വലിയ ഇഷ്യൂ ആയി മാറും. നാഷണൽ ശ്രദ്ധ വരും. അപ്പൊ അതൊരു വലിയ മൂവ്മെന്റ് ആയി വരും എന്നാണ് പിണറായി വിജയൻ കണക്കൂട്ടി. അധികാരത്തിലെത്തി വി ഡി സതീശൻ സർക്കാരിന് താഴെ വലിച്ചിടാൻ കിട്ടിയ സുവർണാവസരമായിട്ട് തുടക്കത്തിൽ തന്നെ ആ പരിപാടി പൊളിച്ചത് വി ഡി സതീശനും രമേശ് ചെന്നിത്തല ആണെങ്കിൽ കേന്ദ്രസേനയാണെങ്കിൽ അവരും വെടിവെച്ചില്ല, അവരും സമയം പാലിച്ചു. അവസാനം അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെയാണ് ഇപ്പോൾ പിണറായി വിജയനും ഭാര്യയും മകളും ഇരിക്കുന്നത്. കേസാണെങ്കിൽ പുതിയ കുറേ കേസുകളും വന്നു. മാത്രമല്ല ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, നിങ്ങൾ ഇതൊക്കെ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്, സ്വരാജും പറഞ്ഞിട്ടുണ്ട്, അവിടെ നയിച്ചുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഒരു CPM-ന്റെ സാധാരണ പ്രവർത്തകരും ഇത്തരം കാര്യങ്ങൾക്ക് പോവില്ല. പിന്നെ കാരണം അവരെ ആരും രക്ഷിക്കാൻ പിണറായി വിജയൻ വരില്ല. കട്ട പൈസയൊക്കെ പിണറായി വിജയന്റെ പോക്കറ്റിലും ഭാര്യനെയും മകളെയും പോക്കറ്റിലും വിദേശത്തുമാണ്. അപ്പൊ അവർക്കൊരു പ്രശ്നം തൽക്കാലം കുറച്ച് ദിവസത്തെ പ്രശ്നം ഉണ്ടെങ്കിലും പണമുണ്ട് അവർക്ക്. ഈ സാധാരണ പ്രവർത്തകർക്കും ആരാ സഹായിക്കാണ്ടാവുക? ജാമ്യം എടുക്കാൻ പോലും ഒരു പട്ടിക്കുഞ്ഞ് പോലും വരില്ല എന്നുള്ളതാണ് സത്യം.